ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രേഡിന്റെ വീഡിയോ കേട്ടോ. സോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാക്കിയിട്ട് നമ്മൾ ട്രേഡിന്റെ അവസരങ്ങൾ പറഞ്ഞിട്ട് വീഡിയോസ് ഇടലുണ്ട് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ആ ഒരു വീഡിയോ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ XAU USDയിലാണ് കേട്ടോ. സോ ഗോൾഡിലാണ് നമുക്ക് ആ ട്രേഡ് ഉള്ളത്. സോ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് എടുക്കുമ്പോഴൊക്കെ ഓക്കെ, ഓക്കെ. സോ വീഡിയോ എടുക്കുന്നതൊക്കെ ഓക്കെ, നിങ്ങളൊന്ന് കുറച്ച് മുമ്പ് ഇട്ടിരുന്നെങ്കിൽ നമുക്കും കൂടി മനസ്സിലാക്കി ട്രേഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്ന ഒരു ട്രേഡാണ് കേട്ടോ. സോ ഹയർ ടൈം ഫ്രെയിമിലാണ് ഈ ട്രേഡ് ഉള്ളത്. ഗോൾഡിന്റെ ഹയർ ടൈം ഫ്രെയിംസിലാണ് ഈ ട്രേഡ് ഉള്ളത്. ഓക്കെ. സോ ഈ ട്രേഡ് നിങ്ങൾക്ക് ഒരു 2-3 നെക്സ്റ്റ് വീക്ക് കൂട്ടിയാൽ മതി. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് അവസരം കിട്ടും. ഓക്കെ. സോ എങ്ങനെ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്യും. ഓക്കെ. ഈ 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്കിൽ ഷുവറായിട്ടും വന്ന് ടച്ച് ചെയ്യും. ഓക്കെ. സോ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്, ബോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ബോസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? OB കിട്ടും. OB കിട്ടില്ലേ? സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് പൊങ്ങിയിട്ടുള്ളത്. സോ എൻ്റെ ഒരു കണക്ക് കൂട്ടലില് ഈ മാർക്കറ്റ് എന്തായാലും ഇങ്ങനെ പോവാൻ ചാൻസ് ഒരു 80% ഉള്ളൂ. ഓക്കെ. ബാക്കി 20% ഈ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ ഇറങ്ങും. ഓക്കെ. ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ, ഐ റിപ്പീറ്റ്, ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് കിട്ടും. ഓക്കെ. ഈ മാർക്കറ്റ് അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ, അത് കഴിഞ്ഞൊരു അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ, അടുത്ത ക്യാൻഡിൽ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും. ഓക്കെ. എന്നിട്ട് വിക്ക് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ ക്ലോസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഒരു റീടെസ്റ്റ് അടിക്കും. ഓക്കെ. ഈ റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. റീടെസ്റ്റ് അടിച്ചിട്ട് ഇത് മേളിലോട്ട് പോകും. ഓക്കെ. ഇതാണ് നമുക്ക് ഗോൾഡിലുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ. ഇതൊരു ലോങ് എൻട്രി ആണ്, അതായത് 4 അവർ ആണ്. ഇതെന്തായാലും ഒറ്റ ദിവസം കൊണ്ട് അടിക്കില്ല. മേ ബി ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കിന്റെ ഉള്ളിലേക്ക് ആയിരിക്കും ഈ ട്രേഡ് ഇവിടെ എത്തിയിട്ട് കയറി പോകുന്നത്. ഓക്കെ. സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, മാർക്കറ്റ് ഷുവറായിട്ടും കയറിപ്പോവും. ഓക്കെ. സോ ഈ ട്രേഡിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് മുമ്പ് തന്നെ തന്നതാണ്. ഓക്കെ. റിപ്പീറ്റ് ചെയ്യാണ്. മാർക്കറ്റ് ഈ ഒരു ഇത് റീടെസ്റ്റ് അതല്ല, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ട് കയറിയിട്ടുള്ളത്. സോ ഇത് റെസ്പെക്ട് ചെയ്ത് കയറി പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഷുവറായിട്ട് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് എന്തായാലും കയറി പോകും. ഓക്കെ. സോ മാർക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതെന്തായാലും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും സംഭവിക്കുക. സോ ഈ വീഡിയോ വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരിക്കും വരിക. ഇത് ഞാൻ വ്യാഴാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ആയിരിക്കും ഈ വീഡിയോ വരിക. ഓക്കെ. സോ നോട്ട് ചെയ്ത് വെച്ചോ ഈ ഒരു പോയിന്റ്. 4 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോട്ട് ചെയ്ത് വെച്ചോ. സോ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടേ കയറി പോവുള്ളൂ. ഒരു 80% അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ഓക്കെ. ഇനിയിപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ഇത് നേരെ എങ്ങനെ കയറി പോവുകയാണെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. ഓക്കെ. സോ ഇതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെക്കുക, സെറ്റപ്പ് ആക്കുക. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ട്രേഡിംഗ് കോഴ്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതാണ്. അതുവരേക്കും ബൈ.